പറയുക, ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഈ മറ്റന്നാളെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ നമ്മുടെ ഡാർവിൻ കുര്യാക്കോസ് ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ ടൊവിനോ തോമസ് നായകനായിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലറാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഓരോ രീതിയിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ഈ പടത്തിൽ ഉണ്ട്. നീ പറഞ്ഞ പോലെ എന്താ പറയുക, മെയിൻ കുറെ കൂടെ ഇവരൊക്കെ എനിക്കൊന്ന് പ്രതീക്ഷിക്കുന്ന ടൊവിനോ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ആയിരുന്നു എനിക്കണം അല്ലേ. അവരൊക്കെ ഇതിൻ്റെ പ്രൊമോഷനായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ തിരക്കുകളായതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. എന്തായാലും എല്ലാവരും പടം കാണണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. എൻ്റെയൊക്കെ ഒരു കോളേജ് ടൈമിൽ നിന്ന് എത്ര മാറി, എത്ര ക്രിയേറ്റീവായിട്ടാണ് കോളേജിലെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു സന്തോഷം തോന്നി വന്ന് കയറിയപ്പോൾ തന്നെ. സോ നിങ്ങളുടെ കോളേജ് സോ സ്പെഷ്യലാണെന്ന് മനസ്സിലായി, അടിപൊളിയാണെന്ന് മനസ്സിലായി. പിന്നെ സ്പോർട്സിൻ്റെ ആ ഒരു ഫ്ലാഷ് മോബൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ഈ കോളേജിൻ്റെ വൈബ് അറിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ പടം അന്വേഷിപ്പിൻ കണ്ടെത്തും വരുന്ന 9-ാം തീയതി ആണ് റിലീസ്. അപ്പം എല്ലാവരും പോയി കാണണം. നല്ലൊരു മൂവി ആയിരിക്കും. ടൊവിനോനെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ, ഇഷ്ടമുള്ള കുറേ പേര് കാണില്ലേ ഇവിടെ. അപ്പം എല്ലാവരും പോയിട്ട് പടം കാണുക. ഞങ്ങളൊക്കെ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ഫ്യൂച്ചറിന്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഹായ്, എൻ്റെ പേര് അശ്വതി മനോഹരൻ. ഞാൻ ആക്ച്വലി ഒരു ഫോർമൽ കോളേജിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഡാൻസ് ഒക്കെയാണ് പഠിച്ചത്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളുടെ പരിപാടികളും നിങ്ങളുടെ വൈബൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി കുശുമ്പ് തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് VR ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇവിടെ രാഹുലേട്ടൻ്റെ ഇന്നത്തെ വർക്കൗട്ടും കഴിഞ്ഞു, ബോക്സിംഗ് ഒക്കെ ചെയ്ത്. സോ ഫെബ്രുവരി 9-ാം തീയതി ഞങ്ങളുടെ പടം റിലീസാവുകയാണ്, അന്വേഷിപ്പിൻ കണ്ടെത്തും. അതിൽ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവരും പോയി കാണണം. ഫ്രൈഡേ കോളേജിൽ പോകണ്ട, തിയേറ്ററിലേക്ക് പോരെ. എനിവേസ് താങ്ക് യു. ഓക്കെ, ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അപ്പോൾ ഞാൻ തന്നെ പറയാം. എൻ്റെ കഴിഞ്ഞ വർക്ക് കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞ വെബ് സീരീസ് ആയിരുന്നു. അതിൽ അജു വർഗീസിൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഊർജയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ അവിടെ ആ പരിപാടി എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ ചെന്ന് കയറി കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ കിതപ്പ് മാറിയിട്ടില്ല, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ VR നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ നേരെ ആ ബോക്സിങ്ങിൻ്റെ സാധനത്തിൽ കൊണ്ട് കയറിയിട്ട് അവിടെ കിടന്ന് ഇടി കൂടിയിട്ട് ഞാൻ ഇപ്പോഴും വിയർത്തുകൊണ്ടിരിക്കുക. പക്ഷേ രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, അതൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് സിനിമയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ഇഷ്ടമില്ലേ എല്ലാവർക്കും? അല്ലേ? ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഡബിൾ പാക്കേജ് ആയിരിക്കും. അത് നിങ്ങൾ എന്താണെന്ന് പടം കണ്ടു തന്നെ അറിയുക. ടൊവിനോ തോമസിൻ്റെ ഒരു വ്യത്യസ്തമാർന്നൊരു പ്രകടനം നിങ്ങൾക്ക് കാണാം. ഒരു വളരെ സാധാരണക്കാരനായ ഒരു സബ് ഇൻസ്പെക്ടറായിട്ടാണ് പുള്ളി അഭിനയിക്കുന്നത്. ഞങ്ങൾ വേറൊരു 3 പോലീസുകാരും കൂടെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഫുൾ ലെങ്ത് കഥാപാത്രം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ കഴിയുന്നത് പോലെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക. നല്ലൊരു സിനിമയായിരിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പ് പറയാം. ഒരുപാട് സന്തോഷമുണ്ട്. സത്യത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലൊരു ഫെസ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഫെസ്റ്റുകളൊക്കെ മാത്രം വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ വളരെ മിനിമം ആയിട്ടുള്ള ചില ഫെസ്റ്റുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്ന് വിർച്വൽ എക്സ്പീരിയൻസ് ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഹാർഡ് വർക്കിന്. അതുപോലെ തന്നെ ഇങ്ങനെ പന്തം കൊടുത്തി പ്രകടനമൊക്കെ പണ്ട് TV യിലൂടെ ന്യൂസിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഈ പന്തം കൊടുത്തതിലൊക്കെ എത്തി നിങ്ങളോടൊപ്പം ചേരാൻ പറ്റിയത്. നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടി സന്തോഷമുള്ളൊരു ദിവസം നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ സിനിമയുടെ ഭാഗമായി ഞങ്ങൾക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഫെബ്രുവരി 9-ാം തീയതി വെള്ളിയാഴ്ച തിയേറ്ററിൽ പോയി നിങ്ങളെല്ലാവരും സിനിമ കാണുകയും ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ടൊവിനോയിനൊക്കെയാണ് അല്ലേ? പക്ഷെ എന്നിട്ട് പോലും ഞങ്ങളുടെ ഈ മുഖം കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനത്തിന് ഞങ്ങളുടെ പേരിൽ ഒരു വലിയ നന്ദി പറയുകയാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ മറ്റു സ്ഥലങ്ങളിലും കുറച്ച് പ്രൊമോഷൻ്റെ കാര്യങ്ങൾക്ക് പോവേണ്ടി വന്നതുകൊണ്ടാണ്
സിനിമയുടെ റിലീസിന് ശേഷം അദ്ദേഹം ഉറപ്പായിട്ടും ഇവിടെ വരാൻ ഒരു ഭാഗ്യം, അദ്ദേഹത്തിനോടൊപ്പം വരാൻ ഞങ്ങൾക്കും ഒരുമിച്ച് നിങ്ങളെ ഒരിക്കൽ കൂടെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എഴുതുന്ന ഡയറക്റ്റ് ചെയ്യുന്നത് ഞാനല്ലല്ലോ. എനിക്ക് പോലും വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ പ്ലേ ചെയ്യാത്തൊരു ക്യാരക്ടർ എനിക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്. പിന്നെ സിനിമ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും വളരെയധികം ഇതുവരെ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ത്രില്ലർ സിനിമ അതായിരിക്കും അന്വേഷിപ്പിന് കണ്ടെത്തുമെന്ന് പേഴ്സണലി എനിക്ക് പറയാൻ പറ്റും. വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ 65 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പം ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിൻ്റെ സസ്പെൻസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് പുറത്ത് പോവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സസ്പെൻസ് മാത്രമല്ല, കുറച്ചുണ്ട്. അപ്പം ഷൂട്ടിംഗ് സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സാധനം ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു ഒരു ബുദ്ധിമുട്ട്. 2, ഇതൊരു പീരീഡ് സിനിമയാണ്. ഒരു 90s, ലേറ്റ് 80s ഏർലി 90s നടക്കുന്ന കഥയാണ്. അപ്പം ആ ഒരു പീരീഡിനോട് 100% നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ആളുകളും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ടാണ് റവി ആ ചോദ്യം ചോദിച്ചത്. അതാണല്ലോ ഒരു സസ്പെൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആരാ എൻ്റെ മെയിൻ അവസാനം കണ്ടുപിടിക്കുന്ന ആളാണ്. ഞങ്ങളിൽ ആര് വേണമെങ്കിലും ആകാം. ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അതിപ്പം ചിലപ്പം നാടകമായിരിക്കാം, സിനിമയായിരിക്കാം, സീരീസ് ആയിരിക്കാം, എന്താണെങ്കിലും നമ്മുടെ ജോലി ആ തരുന്ന സാധനം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പം വെബ് സീരീസുകൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൻ്റെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇതൊരു അത്യാവശ്യം വലിയൊരു സിനിമ തന്നെയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന വേറെ കുറേ സൗകര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ കൂടെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമ ഇത്രയും കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു 65 ദിവസത്തോളം ഉണ്ടായിരുന്നു. സീരീസുകൾ അങ്ങനെ ഉണ്ടാവാറില്ല. അത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ വ്യത്യാസം